ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞാനിതാ ക്ലാസ്സിന് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോലിക്ക് വീണ്ടും പോണത്. അപ്പോൾ അതാ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ജോലിക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ 7 വർഷത്തിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇനി കുട്ടികളുടെയൊക്കെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസ് എടുക്കാം കേട്ടോ. പറ്റുമോ എന്നറിയില്ല, മാക്സിമം എടുക്കാൻ നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പോൾ അവർ ആ ഗന്ധം വിട്ടിക്കണ്. പിന്നെ അവർക്കൊരു സംശയമായിട്ട് ഞാനിപ്പോൾ എന്താണ് സാരി ഇറ്റി വന്നിക്കണ് എന്നുള്ളത്. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെതാ ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് ചുരിദാറാണ്, ചിലവർ ചുരിദാർ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പല ഇതുമാണ് കേട്ടോ. പിന്നെ ചിലവർ കട്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലവർ അളവ് എടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഈ താത്താക്ക് ഞാൻ ക്യാൻവാസിൽ കഴുത്ത് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അവർക്ക് അളവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ബസ്സിൻ്റെ സമയം അനുസരിച്ച് ഓരോ കുട്ടികളും ഓരോ സമയത്ത് പോയി. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി ഇവിടെ തുടക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇനി കടയിലൊന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ വെയിലിന് ശേഷം, അല്ല മഴയ്ക്ക് ശേഷം നല്ല വെയിലുണ്ട്, നല്ല ചൂടാട്ടോ. അപ്പോൾ ഞാനിതാ സീനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മളെ വെങ്ങാട് ഫ്ലോറ വണ്ടേഴ്സിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മോനിക്ക് തലമ ഇടാൻ വേണ്ടി ക്യാപ്പ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് അവിടുന്ന് പോന്നു. ഇനി അതിൻ്റെ എരുത്ത് തന്നെ ഒരു കട ഉണ്ട്. ഈ കടയിൽ ഞാൻ ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. അപ്പം ഇനി അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കഴിഞ്ഞിരിക്കണത്ര. അതിനത് പിന്നെ ഞാൻ വേറെ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞ് സ്പോർട്സിൻ്റെ കടയിലുണ്ടാവും, അവിടെ പോയി ചോദിച്ചാൽ മതി എന്നാണ്. ഞാനിപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു സ്പോർട്സിൻ്റെ കട ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചോദിക്കാൻ വിചാരിച്ചാൽ ഞാനിതാ കയറി പോവുകയാണ്. ഏകദേശം ഇപ്പോൾ 1:30 ആയിട്ടോ. എനിക്ക് 46-നാണ് ബസ്. അപ്പോൾ വേഗം പോയി വരണം. അതിനതാ ഞാൻ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു വിചാരിച്ചില്ല. എന്നുണ്ടെങ്കിൽ ഇനി കറങ്ങാൻ സമയമില്ലല്ലോ, അതുകൊണ്ടാണ്. സ്കൂളിലിറങ്ങുമ്പോഴേ ഇങ്ങനെ ക്യാപ്പ് ഒന്ന് ചെറിയ കുട്ടികൾ 5 വയസ്സായ കുട്ടികളെ അതാ. ശരി. അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടോ. പിന്നെ വേറെ കടയിൽ കയറേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ മോനിക്ക് ടീഷർട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയതൊന്നുമില്ല. അപ്പോൾ ഞാനിത് വാങ്ങണം വിചാരിച്ചിട്ടൊക്കെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോനിക്ക് ഇതൊന്ന് വാങ്ങി കൊടുക്കണമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ക്യാപ്പ്. ഫ്രീ സൈസ് ആയതുകൊണ്ട് ആർക്കും ഇടാമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ കൊണ്ടുപോയി നോക്കട്ടെ. അതിനതാ ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കിനി വെള്ളത്തിന് തയ്ക്കണം. അപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു. അതിന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കട ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വെള്ളവും പിന്നെ എന്തെങ്കിലും സ്നാക്സുകൾ ബിസ്ക്കറ്റുകളൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് അധികം വാങ്ങാറ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങില്ല. വീട്ടിൽ ബ്രെഡ് ഉണ്ട്, അപ്പോൾ അതിന് ജാമ് വാങ്ങാൻ വിചാരിച്ചു. എന്നാൽ മോനിക്ക് കൊടുക്കാൻ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ പിന്നെ ബസ്സിൽ കയറി നമ്മൾ KKB എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ തൊട്ട അയൽവാസിയാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങനെ ബസ്സിൽ പോയി. ഇത് കാണിക്കും. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ഓപ്പണിംഗ് ആക്കാൻ പോകുന്നതാ. പൊന്തിക്ക് ഇങ്ങനെ പൊന്തിച്ചെടുക്കുക. കാണണ്ട. അപ്പോൾ ഇത് നല്ലൊരു കവറിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വൈസ് ഉള്ള കവറിങ്ങാണ്. അപ്പോൾ ഞാൻ ആ സ്പോർട്സ് കടയിൽ നല്ല വാങ്ങി. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ.
വീട്ടിൽ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. ഞാൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുണ്ട് ഗൈസ്. അസ്മിക്ക് ഒരുപാട് വലിപ്പമുണ്ട് കേട്ടോ. ചെറുതുണ്ടാവുമെന്ന് അറിഞ്ഞ് വേറെ പോയി വാങ്ങണം. അപ്പോൾ ഇതാ ഗൈസ് അസ്മി ക്യാപ്പ് ഇട്ടു. എന്താ ഇതിന് 120 രൂപയാണ് ആയത്. അതിനുണ്ട് സൂപ്പറാ. ഈ സാധനം ഞാൻ നിക്കണില്ല. അത് ഞാൻ മുട്ട തല അടിച്ചിട്ടതാ. അതാണ്. ആയിക്കോട്ടെ. ഞാനിട്ടാ വെച്ചിട്ട് താങ്ക് യു.